ഹായ് ഓൾ, ഡോക്ടർ നിയാസനെ ഫ്രം ഡോപ്പ. നീറ്റ് പ്രിപ്പറേഷൻ നമുക്കറിയാം ഒരു പ്രഷേർഡ് ആയിട്ടുള്ള തിങ്ങാണ്. ഒരുപാട് ഡിസ്കഷൻ ഇത് റിലേറ്റഡ് ആയി സറൗണ്ടിങ് ഉണ്ട്. കുട്ടികൾക്ക് എത്രത്തോളം പ്രഷർ ഇത് കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് മാത്രമല്ല പാരൻസിന് ഒരുപാട് പ്രഷർ കൊടുക്കുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ് നീറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത്. നീറ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് എനി കോമ്പറ്റീറ്റീവ് എക്സാം. സോ ആക്ച്വലി ഇത് എങ്ങനെയാണ് നമ്മൾ നോക്കി കാണേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന പ്രഷർ എങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ബേസിക്കലി ഫസ്റ്റ് പാർട്ടിലേക്ക് മൂവ് ചെയ്യാം. നീറ്റ് എന്നുള്ളത് ഒരു പ്രഷേർഡ് ആയിട്ടുള്ള തിങ് ആണോ? ഡെഫിനറ്റ്ലി നല്ല പ്രഷർ ഉണ്ടാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ അല്ല നീറ്റിൽ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരുപാട് ഹവേഴ്സ് കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ റാങ്ക് കിട്ടേണ്ടതായതുകൊണ്ട് തന്നെ നന്നായി വർക്ക് ചെയ്യുന്ന കുട്ടികളാണ് കൂടുതൽ വർക്ക് ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ളവരും ട്രൈ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഇതേപോലെയുള്ള ഒരു വർക്ക് ഹവേഴ്സ് ഒരു കുട്ടികൾക്കും പോസിബിൾ അല്ല. റിയലി ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ അത്ര ഹവേഴ്സ് ഇരിക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. ബട്ട് ഔട്ട് ഓഫ് ഇൻട്രസ്റ്റ് ആണ്, കുട്ടികൾ സ്വന്തമായിട്ടുള്ള ഇൻട്രസ്റ്റ് കൊണ്ടാണ് ഇതേപോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ അതൊരു കുഴപ്പമില്ലാത്ത മാതിരി നമുക്ക് കാണാം എന്നുള്ളത് മാത്രമേ ആസ് എ നീറ്റ് കോച്ച് എന്നുള്ള രൂപത്തിൽ എനിക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആസ് എ ഡോക്ടർ എന്നുള്ള രൂപത്തിൽ ഇത്രത്തോളം ഹവേഴ്സ് പഠിക്കാനിരിക്കുക, സ്ട്രെസ്ഫുൾ ആയിരിക്കുക എന്നുള്ളത് സെൽഫായിട്ടുള്ള ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനൊരു സന്തോഷം കാണുന്നുണ്ടെങ്കിൽ മാത്രമേ അഡ്വക്കേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്തെങ്കിൽ നീറ്റിൻ്റെ പ്രിപ്പറേഷൻ കൂടുതൽ സ്ട്രെസ്ഡ് ആണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക എന്ന് തന്നെയാണ് അഡ്വൈസ് ചെയ്യാറുള്ളത്. സോ ഇതിലേക്ക് വരുന്ന സമയത്ത് രണ്ട് കൈൻഡ് ഓഫ് പ്രഷേഴ്സ് ഉണ്ട്. ഒന്ന് സെൽഫ് പ്രഷർ എന്ന് പറയും. സെൽഫ് പ്രഷർ എന്ന് പറയുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ നമ്മളെ ആഗ്രഹത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മേ ബി നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടുണ്ടാവില്ല ഇത്ര നേരം പഠിക്കാനോ, ഇത്ര ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനോ, ഇത്ര നേരം ക്ലാസ് അവേഴ്സ് കേട്ടിരിക്കാനോ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കില്ല. ബട്ട് നമ്മൾ തന്നെ നമ്മൾ ഹാർഡായിട്ട് ഒരു പെർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് പുഷ് ചെയ്യുന്നതിനാണ് സെൽഫായിട്ട് കൊടുക്കുന്ന ഒരു പ്രഷർ എന്നുള്ളത്. സോ അതിലൊരു ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്, അതിലൊരു എൻജോയ്മെൻറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ എത്താൻ പോകുന്ന മേഖലയെ കുറിച്ച് നമുക്ക് നല്ല പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ ഈ സെൽഫ് പ്രഷർ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് ഗ്രോ ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് എനിക്ക് പേഴ്സണലായി ഒപ്പീനിയൻ പറയാനുള്ളത്. നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ അറിയിക്കാം. ആൻഡ് സെക്കൻഡ് തിങ്, പാരൻ്റൽ പ്രഷർ എന്ന് പറയും. പാരൻ്റൽ പ്രഷർ എന്ന് പറയുന്ന സമയത്ത് കുട്ടികളോട് എനിക്ക് ആദ്യം പറയാനുള്ളത്, ആസ് എ പാരൻ്റ് എന്ന രൂപത്തിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ മുന്നിലേക്ക് വരും. ഈ കാര്യങ്ങൾ നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നെഗറ്റീവായി കാണാനുള്ള പോസിബിലിറ്റീസാണ് കൂടുതൽ. കാരണം ചുറ്റുപാടുള്ള ഒരുപാട് ആളുകൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാരൻസ് ഒരു പ്രഷർ കൊടുക്കാൻ പാടില്ല, പാരൻസ് ഇങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നുള്ളത് പാരൻസിൻ്റെ ഇൻസ്ട്രക്ഷനും നിങ്ങൾ കുട്ടികൾ കേൾക്കാനുള്ള ചാൻസസ് ഉണ്ട്. സോ ഇങ്ങനെ പോകുന്ന സമയത്ത് പാരൻസ് എന്നോട് ഇങ്ങനെ സംസാരിച്ചല്ലോ, എൻ്റെ പാരൻറ്റ് സപ്പോർട്ടിങ് അല്ല, മറ്റേ ആൾ കൂടുതൽ സപ്പോർട്ടിങ് ആണല്ലോ എന്ന് കുട്ടികൾ ആലോചിക്കുന്നതിൽ കൂടുതലായിട്ടുള്ള വാല്യൂസ് ഇല്ല എന്നുള്ളതാണ്. ഒരു പാരൻ്റ് എന്ന നിലക്ക് എപ്പോഴും കുട്ടികളെ പഠിക്കുന്നുണ്ടല്ലോ ഉറപ്പ് വരുത്തുക എന്നുള്ള അവരുടെ ഉത്തരവാദിത്തമാണ്. കുറച്ചൊക്കെ സസ്പീഷ്യസ് ആയിട്ട് അവർ നോക്കും, പഠിക്കുന്നുള്ളത് ചോദിക്കും, ചിലപ്പം കുത്തി ചോദിക്കും എന്നുള്ളത്. സോ കുട്ടികൾ എന്ന രൂപത്തിൽ എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനുള്ളത്, പാരൻ്റൽ പ്രഷർ എന്നുള്ളത് നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ കൺവേർട്ട് ചെയ്യണം. ഈവൻ ദോ എനിക്ക് എൻ്റെ സിറ്റുവേഷൻ അറിയാൻ, ഞാൻ പഠിക്കുന്ന സമയത്ത് പാരൻസ് ഒക്കെ പഠിക്കുന്നതിനെ കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ ഭയങ്കര വിഷമോ അല്ലെങ്കിൽ അവേർഷനോ ആണ് വരാറുള്ളത്. സോ അതില്ലാണ്ട് നമ്മൾ കുട്ടികളെ എപ്പോഴും നോക്കേണ്ടതുണ്ട്. പാരൻസിൻ്റെ ആറ്റിറ്റ്യൂഡ് അങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിങ്ങൾ ചേഞ്ച് വരുത്താൻ നോക്കണ്ട, വേരിയിങ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ നോക്കുകയാണെങ്കിൽ ഞാൻ വേറൊരു പാരൻറ്റിനെ വെച്ച് ആ പാരൻറ്റ് ഇത്ര പ്രഷർ കൊടുക്കുന്നല്ലോ കാണുന്നതിന് നിങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല. സോ നിങ്ങളെ പാരൻറ്റിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, അവർ ചോദിക്കുന്നതിന് തക്കതായ മറുപടികൾ കൊടുക്കുക. അവർ കൂടുതൽ ആൻഷ്യസ് ആക്കാണ്ട്, അല്ലെങ്കിൽ അവരോട് പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാണ്ട്, അല്ല അവർ പ്രഷർ തരുന്നുണ്ട് എന്ന് റെസ്പോണ്ട് ചെയ്യാതെ നിൽക്കുന്നതാണ് കുട്ടികൾക്ക് പ്രഷർ കുറയാൻ വേണ്ടി ഏറ്റവും നല്ലത്. ഇപ്പോൾ ഞാൻ പറഞ്ഞതൊന്നും ക്ലാരിറ്റി വരുത്താം. കുട്ടികളെ നിലക്ക് സൈഡിൽ നിന്ന് നോക്കുന്ന സമയത്ത് പാരൻ്റൽ പ്രഷർ പോസിറ്റീവായിട്ട് തന്നെ നിങ്ങൾ കാണാൻ ട്രൈ ചെയ്യുക. ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരൻ്റൽ പ്രഷറിലായിരിക്കും ഉണ്ടായിട്ടുണ്ടാവുക. സോ അവർ ചേഞ്ച് ചെയ്യുക എന്നുള്ളത് ഈ ഒരു അവസരത്തിൽ നമുക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനി പാരൻസിന് സൈഡിനോട് പറയാനുള്ളത്, നിങ്ങൾ എക്സ്ട്രാ ഒരു പ്രഷർ കൊടുക്കുന്നതിനനുസരിച്ച് കുട്ടികൾക്ക് മേ ബി പഠനത്തിൻ്റെ കാര്യത്തിൽ ഉഴപ്പുന്ന കുട്ടികൾക്ക്, ഒരു മീഡിയം ലെവലുള്ള കുട്ടികൾക്ക് ഒന്ന് ഇമ്പ്രൂവ്മെൻറ്റ് വരാൻ മാത്രമേ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ നന്നായി ഉഴപ്പുന്ന ആളുകൾ ഒരു മീഡിയം ലെവലിലേക്ക് എത്താനുള്ള സഹായം മാത്രമേ പാരൻ്റൽ പ്രഷർ കൊണ്ട് പോസിബിൾ ആവുകയുള്ളൂ. ബാക്കി പാരൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മേ ബി അവർക്ക് ബെറ്റർ ആയിട്ടുള്ള സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കാം. നിങ്ങൾ ചോദിക്കേണ്ട, നിങ്ങൾ പഠനത്തെ കുറിച്ച് അന്വേഷിക്കേണ്ട എന്നൊന്നും നീറ്റിൻ്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഡെഫിനറ്റ്ലി പാരൻ്റ് ആകുമ്പോൾ അങ്ങനെ ചോദിച്ചിരിക്കും, ആ കാര്യങ്ങൾ മനസ്സിലാക്കും, അവർ റാങ്ക് എത്ര എന്നുള്ള അസസ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതൊരു കോമ്പറ്റീഷൻ എക്സാമാണ്. ടുവേർഡ്സ് എൻഡാണ് നമുക്ക് റാങ്ക് നോക്കേണ്ടത് എന്ന് അറിയാം. സ്റ്റിൽ നമ്മൾ അതിന് മുന്നേ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത് ഒരു ഓപ്പൺ ആയിട്ടുള്ള ട്രൂത്താണ്. സോ അതിലേക്ക് പോകുന്നതിന് പാരൻറ്റ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളിങ്ങനെ ചോദിക്കുന്നത് കാരണം അവരുടെ പഠനം ഇമ്പ്രൂവ് ആവുന്നില്ല. സോ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ആക്കാൻ എന്ത് ചെയ്യണം എന്നാണ് തോന്നുന്നതെങ്കിൽ അവർക്ക് ബെറ്ററായിട്ട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. മേ ബി ഞങ്ങളുടെ തന്നെ സ്റ്റുഡൻറ്റ് ഉണ്ടായ ഒരു അനുഭവം നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ക്ലിയർ ആവും. അത്രയൊന്നും പഠിക്കാത്തൊരു കുട്ടി ഒരു വീട്ടിലെ അച്ഛനും അമ്മയും അവരെ അസുഖത്തിനെ കുറിച്ച് പറഞ്ഞ് അത് ട്രീറ്റ് ചെയ്യാനുള്ള ഡോക്ടർ നീ എന്നാവും എന്നുള്ള ഒരു കഥയൊക്കെ അവരോട് കണക്ട് ചെയ്ത സമയത്ത് ഈ കുട്ടി നന്നായി പഠിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ കുട്ടികൾക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും. വേറൊരു കുട്ടിയുടെ അനുഭവം പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻ്റായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. അപ്പോൾ ഈ ഗ്രാൻഡ് പാരൻറ്റിന് പാലിയേറ്റീവ് കെയറിന് എപ്പോഴും കത്തീറ്ററൊക്കെ റിമൂവ് ചെയ്യാനും റൈൽസ് ട്യൂബ്, അതായത്
മുമ്പിലൂടെ ഭക്ഷണം കൊടുക്കുന്ന ട്യൂബ് ഇടാനൊക്കെ പാലിയേറ്റീവ് കെയറിന് ആളുകൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പറഞ്ഞത് മോള് ഡോക്ടറായി കഴിഞ്ഞാൽ ഇതൊക്കെ ഇനി ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാലോ എന്ന പോലത്തെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് കുട്ടികൾക്ക് നല്ല യൂസ്ഫുൾ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഓണേ കൺക്ലൂഷൻ പറയാൻ പറ്റുന്നത് നീറ്റ് എന്നുള്ളത് ഹൈലി പ്രഷേർഡാണ്. വേണമെങ്കിൽ നീറ്റ് പ്രിപ്പറേഷൻ എന്നുള്ളത് അൺസൈൻറ്റിഫിക് ആണെന്ന് വരെ വേണമെങ്കിൽ പറയാം. ബട്ട് നമ്മൾ ഔട്ട് ഓഫ് ഇൻട്രസ്റ്റിലാണ് ഈ ഒരു കോമ്പറ്റീഷൻ എക്സാമിൽ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൽ വരുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മളെ മെൻ്റൽ ഹെൽത്തിന് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് തന്നെ ഈ പ്രഷർ മുന്നോട്ട് കൊണ്ടുപോകുക. പ്രഷർ ഗ്രോ ചെയ്യാൻ എപ്പോഴും നല്ലത് തന്നെയാണ്. ഓൾവേസ് അത് പോസിറ്റീവ് ആവുന്നുണ്ടോ നോക്കുക. പാരൻസിൻ്റെ സൈഡിൽ നിന്ന് വരുന്ന പ്രഷേഴ്സ് കുട്ടികൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കരുത്. ദാറ്റ് വിൽ ബി ദർ, അത് അവിടെ തന്നെ ഉണ്ടാവും എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അതൊരു പോസിറ്റീവ് സെൻസിലെടുക്കുക. പാരൻ്റ് ആണ് ആലോചിക്കുന്നതെങ്കിൽ നിങ്ങൾ ചോദിക്കുന്നതൊന്നും അവർക്ക് മാർക്ക് കൂടാൻ ഹെൽപ്ഫുൾ ആയിരിക്കില്ല. മേ ബി യുവർ സ്റ്റോറീസ് വിൽ ഹെൽപ്പ് എന്നുള്ളതാണ്. സോ പാരൻസിനും കുട്ടികൾക്കും നീറ്റ് ജേണി പോകുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.